ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസർ ജോബ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് UPSC കണ്ടക്ട് ചെയ്യുന്ന CDS എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടക്ടിംഗ് ബോഡി എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. UPSC ആണ് CDS എക്സാമിനേഷൻ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം ഫ്രീക്വൻസി കണ്ടക്ടഡ് ട്വൈസ് എ ഇയർ, അതായത് ഒരു വർഷത്തിൽ 2 തവണ എന്തുണ്ട്, CDS എക്സാമിനേഷൻ UPSC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. CDS 1 ആൻഡ് CDS 2. CDS 1 എപ്പോഴാണ്? ഏപ്രിൽ മാസത്തിലാണ് സാധാരണയായി നടത്തപ്പെടാറ്. CDS 2 സെപ്റ്റംബർ മാസത്തിലാണ് നടത്തപ്പെടാറ്. സർവീസസ് യു ക്യാൻ ജോയിൻ ത്രൂ CDS വഴി നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സർവീസസ് ആണ്. ഒന്നാമതായിട്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി IMA, 2 ഇന്ത്യൻ നേവൽ അക്കാദമി INA, 3 എയർഫോഴ്സ് അക്കാദമി AFA, 4 ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി OTA. ഒന്നുകൂടി ഓർത്തു വെക്കുക: ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി. ഇതില് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫീമെയിൽസിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. നാഷണാലിറ്റി ഇവിടെ എന്താണ്? ഇന്ത്യൻ ആയിരിക്കണം. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെന്തായിരിക്കണം? അൺമാരീഡ് ആയിരിക്കണം. അതായത് IMA, INA, AFA ജോയിൻ ചെയ്യണമെങ്കിൽ അവിടെ ആർക്കേ പറ്റത്തുള്ളൂ? അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു CDS എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി OTA ആണെങ്കിൽ എന്താണ്? മെന്നിനും വുമണിനും പറ്റും, പക്ഷെ എന്തായിരിക്കണം? അൺമാരീഡ് കാൻഡിഡേറ്റ്സ് ആയിരിക്കണം എന്ന് ഉണ്ട്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. IMA-യുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. INA-യുടേത് എഞ്ചിനീയറിംഗ് ഡിഗ്രി BTech ഒക്കെയാണ്. ഇനി AFA-ക്ക് BE, BTech അല്ലെങ്കിൽ എന്താണ്? ഗ്രാജുവേഷൻ വിത്ത് ഫിസിക്സ് മാത്തമാറ്റിക്സ് 10+2 ലെവൽ. ഓക്കെ, ഇതാണ് AFA-യുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ OTA-യില് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ഓക്കെ, ഒന്നുകൂടി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുക. IMA ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, INA എഞ്ചിനീയറിംഗ് ഡിഗ്രി, AFA BE or BTech അല്ലെങ്കിൽ എന്താണ്? ഗ്രാജുവേഷൻ വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് 10+2 ലെവൽ. OTA മെൻ ആൻഡ് വുമൺ ഉണ്ട്. അവിടെ എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്? ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നോക്കാം. ഇവിടെ എന്താണ്? അറ്റംപ്റ്റിന് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ എന്താണ്? ഒരു കാൻഡിഡേറ്റ് എങ്ങനെ ഏജ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി CDS എക്സാമിന്റെ പാറ്റേൺ നോക്കാം. ആദ്യം നമുക്ക് IMA, INA, AFA ഈ 3, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി, ഇതിന്റെ പാറ്റേൺ നോക്കാം. എക്സാമിന്റെ പാറ്റേൺ നോക്കാം. റിട്ടൺ എക്സാം ആണ് വരുന്നത് 300 മാർക്കിന്റെ. ഓക്കെ, അതിൽ ഇംഗ്ലീഷ് ഉണ്ട് 100 മാർക്കിന്റെ, ജനറൽ നോളജ് 100 മാർക്കിന്റെ, പിന്നെ എലിമെന്ററി മാത്തമാറ്റിക്സ് അതും എന്താണ്? 100 മാർക്കിന്റെ. അങ്ങനെ 300 മാർക്ക്. അതായത് എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂറാണ്. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, അതായത് MCQs ഒക്കെ. പിന്നെ എന്താണ്? നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. IMA, INA, AFA റിട്ടൺ എക്സാമിനേഷൻ 300 മാർക്കിന്റെ ആണ് വരുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, എലിമെന്ററി മാത്തമാറ്റിക്സ് ഉണ്ട്. ഇംഗ്ലീഷിന് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ നോളജിനും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, എലിമെന്ററി മാത്തമാറ്റിക്സിൽ നിന്നും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ 300. 2 മണിക്കൂറായിരിക്കും സമയം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ്, അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്യണം. പിന്നെ എന്തുണ്ട്? നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഇനി OTA-യുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. റിട്ടൺ എക്സാം ആണ്, പക്ഷെ ഇവിടെ എന്ത് ഇല്ല? നമുക്ക് മാത്സ് പഠിക്കാനായിട്ടില്ല. ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ മാത്സിൽ വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? OTA സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്താണ്? ഇംഗ്ലീഷ് 100 മാർക്കിന്റെ, ജനറൽ നോളജും 100 മാർക്കിന്റെ, പിന്നെ എന്തില്ല? മാത്സിന്റെ പേപ്പർ ഇല്ല. 2 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. ഓരോ പേപ്പറിനും 2 മണിക്കൂർ വീതം. ഇംഗ്ലീഷിന്റെ 2 മണിക്കൂർ, ജനറൽ നോളജിന്റെ 2 മണിക്കൂർ. നമ്മുടെ IMA, AFA അതിൽ നമ്മൾ നോക്കിയില്ല, അതുപോലെ തന്നെ. പിന്നെന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് എന്തുണ്ട്? OTA-ക്കും വരുന്നുണ്ട്.
ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. എത്ര സ്റ്റേജസ് ആയിട്ടാണ് ഇത് നടത്തപ്പെടുന്നത് നോക്കാം. ഒന്നാമത്തേത് എന്താണ്? റിട്ടൺ എക്സാമിനേഷൻ ആണ്. നമ്മൾ പറഞ്ഞു അത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? UPSC ആണ്. ഒരു പെൻ പേപ്പർ MCQ എക്സാം ആണ് എന്ത് റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു SSB ഇന്റർവ്യൂ ആണ്. ഒരു 5 days ഇന്റർവ്യൂ ആണ്. ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ടാസ്ക് ഉണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്, കോൺഫറൻസ് റൗണ്ട് ഉണ്ട്. ഇത്രയുമാണ് SSB ഇന്റർവ്യൂവിൽ വരുന്നത്. 5 ദിവസത്തെ ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് റിട്ടേൺ എക്സാമിനേഷൻ, രണ്ടാമത്തെ സ്റ്റേജ് SSB ഇന്റർവ്യൂ, മൂന്നാമത്തെ എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ. പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അതിനുശേഷമാണ് അവര് പബ്ലിഷ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ റിസർവേഷൻ ഇല്ല. CDS എക്സാമിനേഷനകത്ത് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ഒന്നും ഇല്ല. പിന്നെന്താണ്? ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതായത് കാൻഡിഡേറ്റ് മസ്റ്റ് മീറ്റ് സ്ട്രിക്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇതാണ് 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൽ. ഓക്കെ, അപ്പം എക്സാമിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ CDS എക്സാമിനേഷന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.